എന്താണ് ഈ ഒരു സിമ്പിളിൻ്റെ പിന്നിലുള്ള നെഗറ്റീവ് അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ദ കിങ് ജെയിംസ് വേർഷനിലാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ദ ബുക്ക് ഓഫ് റെവലേഷൻ അല്ലെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം എന്നൊക്കെ അറിയപ്പെടുന്ന ബൈബിളാണത്. അതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിയുള്ളവൻ ഗണിക്കുക, അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ്. ആ സംഖ്യയാണ് 666 എന്നാണ്. ഇത് മലയാളത്തിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അതിൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയം. അതായത് അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതായത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ വരും എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ രൂപത്തിൽ തന്നെ വരുന്നവനാണ് അന്തിക്രിസ്തു. അതായത് യൂട്യൂബിൽ ഒരുപാട് അച്ഛന്മാരുടെ വീഡിയോസ് ഉണ്ട്, ഇംഗ്ലീഷിലും പല ഭാഷകളിലുണ്ട്. അവരൊക്കെ പറയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ഒരു ഭീകര രൂപിയായിട്ട് ഒരാൾ വന്നിട്ട് ആളുകളെ പിച്ചിമാന്തി ഈറിടുമെന്നൊന്നും അല്ല. ജീസസ് ക്രൈസ്റ്റിനെ പോലെ തന്നെ ഒരാൾ വന്നിട്ട് മാനസികമായിട്ട് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ഓരോ ആൾക്കാരെ പിടിച്ച് പുറത്തേക്കിടും. അതാണ് അന്തിക്രിസ്തു ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പേടിക്കുന്ന നമ്മളുടെ ത്രികോണക്കാർ മുഴുവൻ ചെയ്യുന്ന കാര്യം അതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ സിംബോളിക്കായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു പ്രജയ്ക്ക് ഏറ്റവും നല്ല കാര്യം ചെയ്യുന്ന ഒരാളാണ് ഒരു നല്ല രാജാവ്. അതായത് ഒരു രാജാവിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഒരു പ്രജയെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അന്ത്യക്രിസ്തു എന്ന് പറയുന്ന കോൺസെപ്റ്റ്.